ഗൂഗിളിൽ നിന്ന് എങ്ങനെയാണ് ലൈഫ് ലേണിംഗ് ഹബിൻ്റെ വെബ് ആപ്പ് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് കാണുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു ഇതല്ലേ സെർച്ച് ചെയ്യുന്ന അവിടെ കോഴ്സസ് courses.lifehealingHub.com എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അത് സെർച്ച് ആവും. സെർച്ച് ആകുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും, പച്ച കളർ സ്ക്രീൻ. നമ്മളെ മൊബൈൽ ഫോണിൽ വരില്ലേ, അതുപോലെ തന്നെ പച്ച കളർ സ്ക്രീൻ വരും. അപ്പം ഇന്ത്യൻ്റെ ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ അടിക്കുന്നുണ്ട് 9645466652. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യൻ്റെ പുറത്ത് നിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ OTP വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ താഴെ ഭാഗത്ത് ലോഗിൻ യൂസിങ് ഇമെയിൽ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഫോൺ നമ്പറിൻ്റെ പകരം അവിടെ ഇമെയിൽ അടിക്കുന്ന ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ ഇമെയിൽ ID അടിച്ചതിന് ശേഷം ഈ റിക്വസ്റ്റ് OTP ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. എനിക്ക് വന്ന OTP 394844. അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ആപ്പ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഓപ്പണായി വരും. കണ്ടോ? ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്നത് ഫീഡ് എന്ന് പറഞ്ഞ ഈ ഒരു പേജിലാണ്. ഈ ഒരു പേജിൽ നിങ്ങളുടെ പേര്, കാര്യങ്ങൾ, പിന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എല്ലാ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസുകൾ, അടുത്ത ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, അതുപോലെ എല്ലാ കാര്യങ്ങളായിരിക്കും ഈ ഒരു പേജിൽ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടോ ഫസ്റ്റ് തന്നെ വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് യുവർ ഇമെയിൽ ഈസ് ഇൻറ്റ് വെരിഫൈ യുവർ ഇമെയിൽ. ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ആയിട്ടില്ല, ഇമെയിൽ അത് നിങ്ങൾ തന്നെയാണെന്ന് ഉറപ്പായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം തന്നെ ഈ ഇമെയിൽ ID വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ താഴെ ഭാഗത്തുണ്ടോ സെൻഡ് വെരിഫിക്കേഷൻ ലിങ്ക്, അതിൻ്റെ ഈ വെരിഫിക്കേഷൻ ലിങ്ക് എന്ന് പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പം ഇമെയിൽ വെരിഫിക്കേഷൻ ലിങ്ക് സെൻഡ് സക്സസ്ഫുള്ളി ടു ദ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സ്. നിങ്ങളിവിടേക്ക് രജിസ്റ്റർ ചെയ്യാൻ തന്ന ഇമെയിൽ അഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇത് ഇപ്പോൾ എൻ്റെത് ഇവിടെ ദീപ്ത് എന്നാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആ ഒരു ഇമെയിലിലേക്ക് ഒരു OTP അല്ലെങ്കിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഇമെയിൽ അഡ്രസ്സിൽ ഇമെയിൽ നമ്മളെ ലാപ്ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യുക. അപ്പം ഞാനിപ്പം എൻ്റെ ഇമെയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു മെയിൽ വന്നിട്ടുണ്ടാവും, ലൈഫ് ഹീലിംഗ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്, വെരിഫൈ യുവർ ഇമെയിൽ ഫോർ ലൈഫ് ഹീലിംഗ് ഹബ്ബ്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത് കഴിയുമ്പം ഇതുണ്ടോ ക്ലിക്ക് ഹിയർ ടു വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യണം. അത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഇമെയിൽ ID വെരിഫൈഡ് ആയിട്ടുണ്ട്. കണ്ടോ? ഇമെയിൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി ഇങ്ങനെ മുകൾ ഭാഗത്ത് എഴുതി കാണിക്കും. കണ്ടോ? അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ താഴെ ഭാഗത്ത് വാർണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കാണിക്കുന്നില്ല. കണ്ടില്ലേ? കണ്ടോ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസത്തെയും രാവിലെ വരുന്ന ക്ലാസ്സുകൾ, അല്ലെങ്കിൽ സിൽവറിൻ്റെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ, അതുപോലത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്ത് കണ്ടോ ഇതിപ്പോൾ POP 35-ൻ്റെയാണ്. ഇപ്പോൾ 36 ആകുമ്പോൾ ഇവിടെ 36 എന്നായിരിക്കും, 37 ആകുമ്പോൾ 37 എന്നായിരിക്കും, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ സിൽവർ ബാച്ച് ആണെങ്കിൽ ഈ ഒരു ഹെഡിങ്ങിന് പകരം ഇവിടെ സിൽവർ ബാച്ച് എന്നായിരിക്കും. ഇനി ഗോൾഡിൻ്റെ ക്ലാസ് ആണെങ്കിൽ ഇവിടെ ഗോൾഡ് എന്നായിരിക്കും. അങ്ങനെ ഓരോരോ ബാച്ചിലുള്ള ആളുകൾക്ക് വേറെ വേറെ ആയിരിക്കും ഇവിടെ ഓരോ ക്ലാസ് ഉണ്ടാവില്ലേ. ഇപ്പം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഓരോ ക്ലാസ് ഉണ്ടാകുമ്പോൾ ആ ക്ലാസ്സിൻ്റെ പേരായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. എന്നിട്ട് ഇവിടെ കണ്ടോ ജോയിൻ എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ജോയിനുകളാണ് കാണിക്കുന്നത്, ഹാഷ് കളറിലാണ് കാണിക്കുന്നത്, കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യാനാവുമ്പോൾ ഇപ്പം മീറ്റിംഗ് രാവിലെ 5:30 ഇനിയിപ്പോൾ വൈകുന്നേരം 8 മണിക്കാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്താണെങ്കിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 1/4 മണിക്കൂർ മുമ്പേ ആയിട്ട് നിങ്ങൾ ഈ ഒരു മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഫോണിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നീല കളറിൽ കാണിക്കും. അപ്പോൾ ആ നീല കളറിൽ ജോയിൻ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സൂമിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകൾ ഭാഗത്ത് കണ്ടോ വർക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഡയമണ്ടിലെ ബാച്ച് ആണെങ്കിൽ ഈ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. സിൽവർ ആണെങ്കിൽ സിൽവറിലെ ക്ലാസ്സുകൾ മാത്രമായിരിക്കും പങ്കെടുക്കാൻ പറ്റുക. അപ്പോൾ സിൽവറിലെ വ്യക്തിയാണെങ്കിൽ ഈ സിൽവറിൻ്റെ കാര്യം മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മുമ്പേ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ഉണ്ടാവും. ഈ ജോയിൻ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ആകാൻ പറ്റും. ഇത് POP ക്ലാസ് എന്നല്ല, മറ്റേത് ക്ലാസ് ആണെങ്കിലും ഇതുപോലെ തന്നെയായിരിക്കും കാണിക്കുക. നിങ്ങളിപ്പോൾ സിൽവറിലെ മെമ്പർ ആണെങ്കിൽ ഇവിടെ സിൽവറിൻ്റെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സിൽവർ ക്ലാസ് ഇവിടെ കാണിക്കും ജോയിൻ എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെയാണ് നിങ്ങൾ ഈ ഓരോരോ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് കോഴ്സസ് കാണുന്നുള്ളത്, അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുന്നുള്ളത്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടോ, കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബുക്ക് തുറന്ന് വെച്ച പോലെ അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവായി അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ നമ്പർ ആക്റ്റീവായി നിൽക്കുന്ന എല്ലാ കോഴ്സസും നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ താഴേക്ക് കാണാൻ പറ്റും. ഡയമണ്ട് ഉണ്ടെങ്കിലാണ് ഇതെല്ലാം കാണാൻ പറ്റുക. സിൽവർ ആണെങ്കിൽ സിൽവറിൻ്റെ കോഴ്സുകൾ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം POP 35 ബാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് POP 35 ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിംഗ് കാണാനാണെങ്കിൽ ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ സാറിൻ്റെ, ഇതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആ ഒരു ഫോട്ടോ ഓപ്പൺ ആയി കണ്ടോ, POP ബാച്ച് 35 ലൈവ് റെക്കോർഡിംഗ്. ഇവിടെ 36 ആണെങ്കിൽ 36 എന്നായിരിക്കും കാണിക്കുക, 37 ആണെങ്കിൽ 37, അതുപോലെ ഓരോ ക്ലാസ്സിനും വേറെ വേറെ ആയിരിക്കും കാണിക്കുക. എന്നിട്ട് ഇതിൻ്റെ റെക്കോർഡിംഗ് ആണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഇതുണ്ടോ ഈ 8 മോർ സെക്ഷൻസ് ഉണ്ടോ. അപ്പം ഇപ്പോൾ ആകെ 10 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് 8, ഈ 1, 2 POP ഡേ 1 ഡേ 2 പിന്നെ അധികം 8 സെക്ഷൻസ്. അവിടെ ടച്ച് ചെയ്താൽ ഈ 10 ദിവസത്തെയും ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പം POP ഡേ 5ൻ്റെ വീഡിയോ ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഈ POP ഡേ 5 എന്ന് കാണിക്കുന്നില്ലേ, ഇതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ അന്നത്തെ രാവിലത്തെ സെക്ഷനാണിത്, 44 മിനിറ്റുള്ള അന്നത്തെ ഓഡിയോ ആണ്. അത് നമുക്ക് രാവിലെ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പം അതിൻ്റെ ഇങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഉണ്ടോ, പ്ലേ ബട്ടൺ ടച്ച് ചെയ്താൽ കണ്ടോ, ടച്ച് ചെയ്താൽ അത് പ്ലേ ആവും. അത് പ്ലേ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലാസ്സിന് തൊട്ട് ബാക്കോട്ട് പോയിട്ട് നമുക്ക് അന്ന് രാത്രിയത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ കാണണം. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ കണ്ടോ ഇവിടെ അക്യൂപ്രഷർ പോയിൻറ്റ്, അതുപോലെ സീഡ് പോയിൻറ്റ്സ്, ടച്ച് പോയിൻറ്റ്, അന്നത്തെ നൈറ്റ് സെക്ഷൻ്റെ റെക്കോർഡിംഗ് ആണിത്. അപ്പോൾ അക്യൂപ്രഷർ പോയിൻറ്റ് കാണാനാണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അക്യൂപ്രഷറിൻ്റെ ആ ഒരു ക്ലാസ് കാണാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻ്റ് എന്ന് കണ്ടില്ലേ ഇതുപോലെ. ഇനിയിപ്പം നിങ്ങൾക്ക് ഡേ 6 കാണണം അല്ലെങ്കിൽ ഡേ 7 മറ്റേതെങ്കിലും ഒരു വീഡിയോ കാണണം, ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ തന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ ആരോ മാർക്ക് ഉണ്ടോ ബാക്കോട്ടല്ലേ, അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ വീണ്ടും നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഈ 35 POPൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണാൻ പറ്റും. ഡേ 8 ഉണ്ട്, PMR ആണ്. അപ്പോൾ അത് ഓപ്പൺ ആയി വന്നു കണ്ടോ. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കിലേക്ക് സ്വാഗതം. കണ്ടോ, ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ബാക്കോട്ട് പോകാനാണെങ്കിൽ ഈ മുകൾ ഭാഗത്ത് ആരോ മാർക്ക് ഉണ്ടോ ടച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു POP 35 എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ ഈ മുകൾ ഭാഗത്ത് ഈ കോഴ്സസിൻ്റെ സംഭവം കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ടച്ച് ചെയ്യാം. അപ്പോൾ എന്തായി, എല്ലാ കോഴ്സും വീണ്ടും ഓപ്പണായി വന്ന്. ഇനിയിപ്പം POPൻ്റെ മറ്റൊരു ക്ലാസ്, അതുപോലെ ഡയമണ്ട് ബാച്ചിൻ്റെ ലൈവ് റെക്കോർഡിങ്, പിന്നെ സിൽവർ ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് ആക്റ്റീവ് ആണെങ്കിൽ സിൽവർ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്, അതൊക്കെ കാണാനാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാനാണെങ്കിൽ ഈ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ. ഇനിയിപ്പം മുദ്ര തെറാപ്പി, മാസ്റ്ററി ഫോർ ഡയബറ്റിക്സ്, ഇതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു ഫോട്ടോ അല്ലേ ഇതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ അത് ഓപ്പണായി വരും. നേരത്തെ ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ ഓരോരോ വീഡിയോസും വേറെ വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക, പ്ലേ ചെയ്യുക. കണ്ടോ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആവും. മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലെയാണ് ഓരോരോ കോഴ്സുകൾ, ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ബാക്കോട്ട് പോകാനാണെങ്കിൽ ഈ ആരോ മാർക്ക് ഉണ്ടോ ബാക്കോട്ടല്ലേ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ വീണ്ടും ബാക്കോട്ട് എത്തി. ഇനിയിപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഈ ഒരു പേജിൽ നിന്ന് ഫുള്ളായിട്ട് ബാക്കോട്ട് പോകാനാണെങ്കിൽ ഈ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ ടച്ച് ചെയ്യുക. അപ്പോൾ കണ്ടോ എല്ലാ കോഴ്സിലെ പേജിലെത്തി. ഇനിയിപ്പോൾ ഫുള്ള് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു മാർക്ക് അടിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫീഡ് എന്ന് പറഞ്ഞ പേജ് അടിക്കുകയാണെങ്കിൽ ഫീഡിലേക്ക് വീണ്ടും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്.